ഈ ടൈമിലൊക്കെ ഇറങ്ങുന്ന OTT പടങ്ങളും അതിൽ അപൂർവമായിട്ട് നമുക്ക് കിട്ടാറുള്ള കുറച്ച് നല്ല പടങ്ങളും പോലെ എല്ലാ കാലത്തും ഇതുപോലെ കുറച്ച് ലോ ബഡ്ജറ്റ് മൂവീസ് ഇറങ്ങാറുണ്ടായിരുന്നു. അതിൽ കുറച്ച് നല്ല എന്റർടൈൻമെന്റ് മൂവീസ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ലോ ബഡ്ജറ്റ് മൂവീസുകൾ വന്ന് നമുക്ക് കൂടുതൽ നല്ല എന്റർടൈൻമെന്റ്സ് തന്നിട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു 80s അവസാനവും 90s തുടക്കവും ഒക്കെ. അതിൽ മിക്ക പടങ്ങളും ഇവരുടെ ആയിരിക്കും, ജഗദീഷ് ആൻഡ് സിദ്ദിഖ്. അങ്ങനെ ഈ ഒരു ടീം ആ ഒരു ടൈമിൽ അടിച്ച ഹിറ്റ് പടമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ള എനിക്കറിയാവുന്നവർക്കൊക്കെ ഒരേ അഭിപ്രായത്തോടെ ഇഷ്ടമുള്ള ഒരു പടമാണ് കള്ളൻ കപ്പലിൽ തന്നെ. 1992 കല്ലൂർ ഡെന്നീസിന്റെ തിരക്കഥയിൽ പ്രശാന്ത് സംവിധാനം ചെയ്ത് ജഗദീഷ് ആൻഡ് സിദ്ദിഖ് നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങിയ പടമായിരുന്നു ഇത്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ജഗദീഷ് ഏട്ടനെതിരെ ഡബിൾ റോളാണ് എന്നതാണ്. രണ്ട് റോളും നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. അതിൽ രണ്ടാമത്തെ റോള് അല്പം ഡിഫറെന്റ് ആണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലും അതിനു മുകളിൽ ഒരു ലോഡ്ജ് നടത്തി പോകുന്ന സുന്ദരിയായ രണ്ട് പെൺമക്കളുള്ള ഒരു തമിഴ് ബ്രാഹ്മണൻ തന്റെ പെൺമക്കൾക്ക് ശല്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ലോഡ്ജിൽ താമസിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരോട് ഒഴിഞ്ഞു പോകാൻ നിരന്തരം പറയുകയും ഒഴിഞ്ഞു പോകാത്തതിനെ തുടർന്ന് രണ്ട് പീക്കിൽ ചട്ടമ്പികളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. ഒന്നും വർക്കാവാത്തതിനെ തുടർന്ന് ഒടുവിൽ കളരി അഭ്യാസിയായ അനന്തനെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്താം എന്ന് കരുതി അനന്തനെ അന്വേഷിച്ച് ചെന്ന പട്ടരെ അനന്തനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അനന്തന്റെ ഇരട്ട സഹോദരനും പേടിത്തൊണ്ടനുമായ അപ്പുക്കുട്ടൻ അയാൾക്കൊപ്പം വന്ന് ലോഡ്ജ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് കഥ. കണ്ടിട്ടില്ലാത്തവർ ഇനിയും കൊണ്ട് തീർച്ചയായും കാണണം കേട്ടോ. നല്ല അടിപൊളി ഒരു ടൈം പാസ് മൂവിയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ രസിപ്പിച്ച് മാത്രം കൊണ്ടുപോകുന്ന ഒരു പടം. ഇതിൽ എടുത്തു പറയേണ്ടത് പട്ടരായിട്ട് അഭിനയിച്ച പൂജപ്പുര രവി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ്. അങ്ങ് ജീവിക്കുവാണ് പുള്ളി. നമ്മൾ ഈ ചാനൽ 2 ദിവസം മുമ്പ് പറവൂർ ബദനെ പറ്റി പറഞ്ഞ സെയിം അഭിപ്രായമാണ് എനിക്ക് പൂജപ്പുര രവി എന്ന ഇദ്ദേഹത്തെ പറ്റിയും പറയാനുള്ളത്. എന്തൊരു നാച്ചുറൽ ആക്ടറാണ് പുള്ളി. ഒരു അണ്ടർ റേറ്റഡ് ജെമ്മാണ് ഇദ്ദേഹമൊക്കെ. ഈ പടം കാണുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹം എന്ത് തന്മയത്വത്തോടു കൂടിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ആ ടൈമിൽ ഇറങ്ങിയ ഈ ടീമിന്റെ മറ്റു പടങ്ങളായ മിമിക്സ് പരേഡും ശ്രീമാൻ ചാത്തുണ്ണിയും ഒക്കെ നമുക്ക് ഇപ്പോൾ റീമേക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതേസമയം കള്ളൻ കപ്പലിൽ തന്നെ എന്ന ഈ മൂവി ഇപ്പോഴും റീമേക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ബേസിൽ ജോസഫ് ഷറഫുദ്ദീനൊക്കെ വെച്ച് പഴയതിനേക്കാൾ മികച്ച ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം?